നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാസൻസ്കിയും വിൽഫ്രഡ് പ്രാട്ടനും തമ്മിൽ നടന്ന വളരെ രസകരമായൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1948-ലാണ്. ഈ ഗെയിമിൽ മാസൻസ്കി വൈറ്റ് സൈഡും പ്രാട്ടൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇത് ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഗീവ് കോപ്പിയൻ ഓപ്പണിംഗ് ആണ്. അടുത്തായിട്ട് വൈറ്റ് C3 മൂവ് കൊണ്ട് മെയിൻ ലൈൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ക്ലോസ്ഡ് വേരിയേഷൻ ആണ്. അതിനുശേഷം വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് കൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ആദ്യം തന്നെ അറ്റാക്ക് ആരംഭിക്കുകയാണ്. ആദ്യം D4 മൂവ് കൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി B4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. എന്നാൽ ആ ഒരു അറ്റാക്ക് വൈറ്റ് കാര്യമാക്കുന്നില്ല. അടുത്ത പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടാണ് A4 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ A5 മൂവ് കൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയും ആ ബിഷപ്പിനെ നേടിയെടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് ആ അറ്റാക്ക് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A5 മൂവ് കൊണ്ട് വൈറ്റിന്റെ B4ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിനോട്ടാണെങ്കിൽ ആ പോണിന് 3 പീസുകളുടെ സപ്പോർട്ടുണ്ട്. ബ്ലാക്കിന് ഇതിലേതെങ്കിലും പീസ് വെച്ച് തിരിച്ചു കിട്ടാം. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം അടുത്ത പീസിനെ ടാർഗറ്റ് ചെയ്യാണ്. B5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഡെവലപ്പായ ബ്ലാക്കിന്റെ ഒരു നൈറ്റിനെ തിരിച്ച് 8ാം നിരയിലേക്ക് തന്നെ അയക്കാൻ വൈറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ക്വീൻ സൈഡിലെ ഏകദേശം എല്ലാ സ്ക്വയറുകളും വൈറ്റ് പോണുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. വൈറ്റ് ഇപ്പോൾ ഡി പോൺ ഉപയോഗിച്ച് E5ലെ പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചുവിട്ടേണ്ട ആവശ്യമില്ല. D6ലെ പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടാൻ പറ്റും. അതുകൊണ്ട് വൈറ്റ് ബിഷപ്പിനെ A3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ E5ലെ പോൺ വെച്ച് വൈറ്റിൻ്റെ പോണ് വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന് E5 പകുതി ഓപ്പണായി കിട്ടും. അതുകൊണ്ട് തന്നെ E5ലെ പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങും ക്വീനും ഒരേ ഫയലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ബ്ലാക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നില്ല. പകരം F6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ ആക്റ്റീവ് ആക്കിയാണ് റൂക്കിനെ A2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിനെ E6ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ വൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ക്വീനെ D5ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ D1ൽ നിന്നും ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിൻ്റെ നൈറ്റിൻ്റെ ഈ പിൻ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെയും B7ലെ പോണെതിരെയും ഒരുമിച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. എന്നാൽ വ്യക്തമായൊരു പ്ലാനോടുകൂടി തന്നെയാണ് ബ്ലാക്കും ഇവിടെ കളിക്കുന്നത്. ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിന് ഇട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈറ്റ് ക്വീൻ വെച്ച് B7ലെ പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്താലും പ്രശ്നമില്ല. ബ്ലാക്കിന് ക്വീനെ G5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, H1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ G2ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നാൽ നൈറ്റ് ഉപയോഗിച്ചുള്ള അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യം ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. ആ എക്സ്ചേഞ്ചിന് ശേഷം ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് E4ലെ പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഒരു പോൺ ലാഭം നേടിയെടുക്കാനും കഴിയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയിരിക്കുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും വൈറ്റ് എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ നഷ്ടപ്പെട്ട നൈറ്റിന് പകരം ബിഷപ്പിനെ ഇട്ടെടുക്കാനോ അല്ലെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ ഇട്ടുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിൽ പോകാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീൻ ഉപയോഗിച്ച് ലെ പോണെടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇപ്പോൾ ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോൾ വൈറ്റിന് പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും നൈറ്റ് F4ലേക്ക് വരുമ്പോൾ വൈറ്റിൻ്റെ ക്വീൻ D5ൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്വീൻ അതൊരു അറ്റാക്കല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്വീനിനെ മാറ്റേണ്ട ആവശ്യമില്ല. അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ H1ലേക്ക് തന്നെ മാറ്റാം. ഇനി ബ്ലാക്ക് ക്വീനെ G5ലേക്ക് കൊണ്ടുവന്നാലും റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെ തിരിച്ചറ്റാക്കാൻ കഴിയും. ഇപ്പോൾ എന്തായാലും ബ്ലാക്കിന് ഇവിടെ ഒരു ചെക്ക് കൊടുക്കാനുള്ള അവസരമില്ല. ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വൈറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം.
അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് വൈറ്റ് ഇവിടെ ക്വീൻ വെച്ച് പോണോട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം എടുക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം ക്വീനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം സിമ്പിളാണ്. ഈ ബിഷപ്പിൻ്റെ സഹായത്തോടെ ക്വീൻ വെച്ച് പോണോട്ട് എടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവിടെ ഈ റൂക്ക് സാക്രിഫൈസ് കുറച്ച് റിസ്കി ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം ഒരു ചെക്കോട് കൂടിയാണ് വൈറ്റിന് ഈ റൂക്കിനെ വിട്ടെടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് റൂക്കിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്കിന് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അതുമല്ലെങ്കിൽ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റാം. ബ്ലാക്ക് ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് ഇപ്പോഴും ഒരു ചെക്ക്മേറ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. G2ലെ പോൺ ക്വീനിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് പോൺ വെച്ച് ബിഷപ്പിന് വെട്ടാനും പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് G3 മൂവ് ചെയ്തുകൊണ്ട് ഈ ചെക്ക്മേറ്റ് ഭീഷണി ഒഴിവാക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് ഭീഷണി ഒഴിവായിട്ടുണ്ടെങ്കിലും വൈറ്റിൻ്റെ G3ലെ പോണ് ഇപ്പോഴും ക്വീനിൻ്റെ പിന്നിങ്ങിലാണ്. ആ ഒരു പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G8ലെ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ G8ലെ നൈറ്റിനെതിരെ 2 പീസിൽ ഉപയോഗിച്ച് അറ്റാക്ക് ആയിട്ടുണ്ട്. ആ നൈറ്റ് ക്വീനിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് നൈറ്റിനെ ഇപ്പോൾ അങ്ങോട്ടെങ്കിലും മാറ്റാനും പറ്റില്ല. എന്നാൽ അതൊരു ട്രാപ്പാണ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ ഇവിടെ എടുക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ നൈറ്റ് H3ലേക്കൊന്ന് ചെക്ക് വരുന്നതോടെ ഇവിടെ ചെക്ക്മേറ്റ് ആവും. ഈ 2 സ്ക്വയറുകളും ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. അതോടെ ചെക്ക്മേറ്റ് ആവും. അങ്ങനൊരു ചെക്ക്മേറ്റിന് സാധ്യതകളുണ്ട്. വൈറ്റ് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ E1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ചെക്കിലേക്ക് ബ്ലാക്ക് പോകുന്നില്ല. പകരം മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G3 പോണിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നൈറ്റ് സാക്രിഫൈസ് കൂടെയാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കാം. എന്നാൽ അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ വെട്ടുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ G4ലേക്കൊന്ന് ചെക്ക് വരും. ക്വീൻ G2ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ബ്ലാക്ക് 2 ഉദ്ദേശത്തോടെയാണ് ക്വീനെ H5ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ബ്ലാക്കിൻ്റെ പ്ലാനിങ്ങിൽ എന്തെന്നെ നോക്കിയാലും ബ്ലാക്കിനിവിടെ F3യിൽ ഒരു ബിഷപ്പ് ഉള്ളതാണ് വൈറ്റിന് ഏറ്റവും അപകടമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ആ ബിഷപ്പിനെ അടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേഗം തന്നെ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ അവിടെ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടായിരുന്നു. പകരം വൈറ്റിനിവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ബിഷപ്പ് വെച്ച് D6ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ബ്ലാക്കിനിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഈ 2 സ്ക്വയറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം. ഇവിടെ ഇപ്പോൾ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിലും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പോൺ വെച്ച് ഇട്ടെടുക്കാം, അല്ലെങ്കിൽ കിങ് വെച്ച് ഇട്ടെടുക്കാം. കിങ് വെച്ചാണ് ഇട്ടെടുക്കുന്നതെങ്കിൽ റൂക്ക് E2ലേക്കൊന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒന്നുകിൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിങ്ങിനെ E7ലേക്കോ C5ലേക്കോ മൂവ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഈ 2 സ്ക്വയറിലേക്ക് എവിടേക്ക് മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. E7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ D8ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ കിങ് C5ലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ C6ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി ഈ ചെക്ക് നൈറ്റ് വെച്ചാണ് ബ്ലോക്ക് ചെയ്താലും അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ നൈറ്റിനോട്ട് ചെക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ക്വീനെ D8ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് C5ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ D5ലേക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഈ പൊസിഷനിൽ ഈ ബിഷപ്പ് സാക്രിഫൈസിൻ്റെ എല്ലാ വേരിയേഷൻസും കാണിക്കുകയാണെങ്കിൽ ഏകദേശം 10 മിനിറ്റോളം അതിന് തന്നെ വേണ്ടി വരും. നമ്മൾ അനാവശ്യ വേരിയേഷൻസ് കാണിച്ച് വീഡിയോയുടെ ലെങ്ത് മനഃപൂർവ്വം കൂട്ടാൻ ശ്രമിക്കുന്നുവെന്ന പരാതി ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രധാന വേരിയേഷൻസ് മാത്രം കാണിച്ചത്. നമുക്കിനി ഗെയിം കണ്ടിന്യൂ ചെയ്യാം. വൈറ്റ് ഇവിടെ ഇങ്ങനൊരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ D2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് ഇവിടെ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കാനോ അതുമല്ലെങ്കിൽ ക്വീനെ H3 കൊണ്ടൊന്ന് ഇങ്ങനൊരു ചെക്ക്മേറ്റോ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം വീണ്ടും ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെ ഡിസ്കബിൾ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ക്വീനെതിരെ ഡിസ്കബിൾ അറ്റാക്കുമാണ്, അതൊരു റൂക്ക് സാക്രിഫൈസും ആണ്. ഗെയിമിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ബ്ലാക്ക് ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തത് വൈറ്റ് അക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ അടുത്ത റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് ക്വീൻ ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. എന്നാൽ വൈറ്റ് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തതോടെ ബ്ലാക്കിൻ്റെ പ്ലാൻ ഏകദേശം വിജയിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്ക് എന്തിനു വേണ്ടിയാകും ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തതെന്നും ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുപിടിക്കാൻ കഴിയാത്തവർ നല്ലോണം സമയമെടുത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ബ്ലാക്ക് വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് H2 പോയിന്റ് എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്ത് കിങ് F8 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ G2 ചെക്ക് വന്നാലും അല്ലെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് F2 പോയിന്റ് ചെക്ക് വന്നാലും ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് ക്വീൻ എടുക്കുന്നു. ഇനിയാണ് ബ്ലാക്ക് എന്തിനു വേണ്ടിയാണ് ഈ രണ്ടാമത്തെ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. അവിടുത്തെ ലക്ഷ്യം ഈ നൈറ്റിനെ ആക്റ്റീവ് ആക്കുക എന്നത് മാത്രമായിരുന്നു. ബ്ലാക്ക് ആ നൈറ്റിനെ ഒരു ചെക്കോട് കൂടി ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ G4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ അധികം സ്കോറുകളൊന്നുമില്ല. കിങ് G1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് അടുത്ത നൈറ്റിനെ H3 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും വേറെ ഓപ്ഷനൊന്നുമില്ല. കിങ്ങിന് F1 തന്നെ മാറേണ്ടി വരുന്നു. ഈ സമയത്ത് നൈറ്റ് H2 ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആകുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ 2 സ്ക്വയറുകളും ബിഷപ്പിൻ്റെ കൺട്രോളിലാണ്. ഇവിടേക്ക് നൈറ്റിന് കൺട്രോളുണ്ട്. കിങ് ചെക്കിലുമാണ്. അതോടെ ചെക്ക്മേറ്റായി. ബ്ലാക്ക് ഇവിടെ 2 റൂക്കുകളെയും ക്വീനെയും സാക്രിഫൈസ് ചെയ്ത ശേഷം മൈനർ പീസുകൾ ഉപയോഗിച്ച് വളരെ വ്യക്തമായ പ്ലാനോടെ അറ്റാക്ക് ചെയ്താണ് വിജയിച്ചിരിക്കുന്നത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.